വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ലേസി ആയിട്ടിരിക്കുമ്പോൾ ഈസി ആയിട്ടൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിൻ്റെ ഫുൾ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ജസ്റ്റ് അങ്ങനെ ഇതൊരു ഒത്തൻറ്റിക് റെസിപ്പി ആയിട്ട് നിങ്ങൾ കാണുകയേ ചെയ്യരുത്. ഇതൊട്ടും ഒത്തൻറ്റിക് അല്ല. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കുന്ന ടേസ്റ്റി ബിരിയാണിയുടെ ഓർമ്മ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയാണ്. യൂട്യൂബിൽ റെസിപ്പി ഒന്നും നോക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് പെർഫെക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. ഇത്തിരി കഴിയുമ്പോൾ അനിയന് കൊടുത്തിട്ട് അവൻ്റെ അഭിപ്രായം കൂടെ കേൾക്കണം. അപ്പോൾ അതിന് മുന്നേ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നുകൊണ്ട് ക്യുക്കായിട്ടുണ്ടാക്കിയാണ്. ഒരു കയ്യിൽ ക്യാമറയും ഒരു കൈ കൊണ്ട് കുക്കും ചെയ്തോന്നാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഇംപെർഫെക്ഷൻസ് വീഡിയോയ്ക്കുണ്ട്. വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു. നല്ല മ്യൂസിക്കൊക്കെ ഇട്ട് എസ്തെറ്റിക് ആയിട്ടൊക്കെ എടുക്കണം എന്നായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ വീഡിയോയുടെ ക്വാളിറ്റിയും എടുപ്പിൻ്റെ ഒരു അൺപ്രൊഫഷണലിസം ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ എന്തായാലും മൊത്തത്തിൽ കൊളായല്ലോ, പിന്നെ വർത്താനം കൂടെ പറഞ്ഞങ്ങ് കൊളാക്കിയേക്കാം എന്ന് ഓർത്തു. സോയാ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ വന്നു. ഇഞ്ചി ഇടാൻ ഇവിടെ ഇഞ്ചി ഉണ്ടായിരുന്നു, ഇടാൻ ഇഞ്ചി ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തന്നെ ഇഞ്ചിയും കൂടെ കുറച്ചെടുത്ത് ആഡ് ചെയ്യണം കേട്ടോ. ഒന്ന് ചതച്ചൊക്കെ ഇട്ടാൽ മതി, നല്ലതായിരിക്കും. പിന്നെ ഉപ്പിടുന്നത് ലിക്വിഡ് ഫോമിലാണ് ഉപ്പിട്ടിരിക്കുന്നത്. കല്ലുപ്പ് ലിക്വിഡാക്കി വെച്ചിരിക്കുന്നത് ഇട്ടതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ കാണാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നോട്ട് ചെയ്യണം, ഉപ്പിടുന്ന കാര്യം മറക്കരുത്. പിന്നെ റൈസ് ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തു. പിന്നെ കുക്കറിൽ വെച്ച് വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല, അതിന് മുന്നേ ഓഫ് ചെയ്തു. അത് ഞാൻ കാണിച്ചിട്ടില്ല അടച്ചു വയ്ക്കുന്നതൊന്നും. അപ്പോൾ അതുകൊണ്ട് എടുത്ത് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അത്യാവശ്യം ചെറിയ രീതിയിലൊന്നും കുഴഞ്ഞിട്ടുണ്ട്, എന്നാൽ ഓവറായിട്ട് വെന്തിട്ടില്ല. പിന്നെ അവസാനം നെയ്യൊക്കെ ഇട്ട് സെർവ് ചെയ്തു. പഴയൊരു പിക്കിളിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ സാലഡ് ഉണ്ടാക്കി. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.